ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കാട്ടുമാങ്ങ കൊണ്ടാണ്. അതിന് വേണ്ടത് കറിവേപ്പില, കാന്താരിമുളക്, കുറച്ച് ശർക്കര വേണം. പിന്നെ മാമ്പഴത്തിനൊപ്പം കുറച്ച് ഉപ്പ്, കാന്താരിമുളക് ഇടിച്ചിട്ടത്, പിന്നെ കുറച്ച് ശർക്കര, കുറച്ച് കറിവേപ്പില, ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് അത് അടുപ്പിൽ വെച്ച് നന്നായി വെന്ത് വന്നു കഴിയുമ്പോഴേക്കും അതിന് തേങ്ങയൊക്കെ അരച്ചിടാനുണ്ട്. അപ്പം തേങ്ങ, മുളക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ വേണ്ടത് കുറച്ച് ഉലുവപ്പൊടിയാണ്. കൂടെ ഇട്ട് നന്നായിട്ട് അരച്ച് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത് വെന്ത് കഴിയുമ്പോഴേക്കും ആ മാങ്ങയിലേക്ക് ചേർത്ത് ഇളക്കി, അതിനുശേഷം കുറച്ച് ഉള്ളി, വറ്റൽമുളക്, കടുക്, കറിവേപ്പിലയൊക്കെ ചേർത്ത് കടുക് പൊട്ടിച്ച് അതിൻ്റെ ഒപ്പം കുറച്ച് നെയ്യ് കൂടെ ചേർക്കാവുന്നതാണ്. നെയ്യുള്ളവർക്ക് നെയ്യ് ഒഴിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല തേങ്ങ വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിച്ച് ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ചോറിൻ്റെ ഒപ്പം ഇത് കഴിക്കാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് മാമ്പഴ പുളിശ്ശേരി. അപ്പം നമുക്ക് കുറച്ച് ചോറ് കഴിച്ച് നോക്കിയാലോ? അതിനായിട്ട് കുറച്ച് മാമ്പഴ പുളിശ്ശേരി, പിന്നെ കുറച്ച് അച്ചാർ, നാരങ്ങ അച്ചാറാണ്, പിന്നെ കുറച്ച് മീൻകറി. ഇതൊന്നും ഇല്ലെങ്കിലും കഴിക്കാം, പക്ഷെ എന്നാലും നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മീൻകറി, ഒരു കഷ്ണം മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം, കമൻ്റ് ഇടുക, എല്ലാം ചെയ്യണം. സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഓക്കേ, വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ.